ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ 42% റവന്യൂലാണ്, ബാക്കി മുഴുവൻ വനമാണ്. ഈ പണി കഴിഞ്ഞ് വൈകുന്നേരം ഈ സമയത്ത് വരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഭാഗത്ത്. ഒരുപാട് പേരുണ്ട്. കാരണം ഇവിടെ അത്ര വലിയ ഇൻഡസ്ട്രിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ജീവിക്കണമെങ്കിൽ പുറത്ത് പോയി പണിയെടുക്കണം. പക്ഷേ ഇപ്പോൾ നിലവിൽ നേരത്തെ നമ്മൾ കാട്ടിലേക്ക് പോകുമ്പോൾ ഭയപ്പെടേണ്ടിയിരുന്ന, അല്ലെങ്കിൽ പൂയംകുട്ടി, മണികണ്ഠൻചാൽ, കല്ലേൽമേട് പോലെ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് ഭയപ്പെടേണ്ടതിന് പകരം ഇപ്പോൾ കോതമംഗലത്തിന് പോകുമ്പോഴും പുന്നേക്കാട്, തട്ടേക്കാട് വെച്ചും ഈ വന്യജീവികളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുകയാണ്. അങ്ങനെ വരുന്ന വഴിയിൽ അത്യാഹിതം സംഭവിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഈ കാട്ടാനയുടെ അക്രമമാണ് നമ്മുടെ ഈ മേഖലയിൽ കൂടുതൽ ഉണ്ടായിരിക്കുക. സർക്കാരിൻ്റെ പുതിയ കണക്കനുസരിച്ച് 1793 ആനയാണ് കേരളത്തിലുള്ളൂ എന്നാണ് പറയുക. ഇപ്പം നമ്മൾ എണ്ണിയാൽ കുട്ടമ്പുഴ പഞ്ചായത്തിൽ 500 ആനയുണ്ട്. ഇനിയിപ്പോൾ പ്രതിഷേധ പരിപാടികളോ അങ്ങനെ കാര്യങ്ങളുമായിട്ടാണോ മുന്നോട്ട് പോകുന്നത്? അതായത് ഇപ്പോൾ ഈ കളക്ടർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പായില്ലെങ്കിൽ നാളെ വൈകുന്നേരം കൂടിയാലോചിക്കും. ഇതിനകത്ത് പ്രത്യേകിച്ചൊരു ബാനറൊന്നുമില്ല. ജനകീയമായ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും, അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ പണ്ട് 2017 പൂയംകുട്ടിയിൽ മാഞ്ഞൂരാൻ ജോണി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഡെഡ് ബോഡി കോതമംഗലത്ത് DFO ഓഫീസിൻ്റെ ഗേറ്റിൽ കൊണ്ടുവച്ച് അവിടെ നിന്ന് ഡിസിഷൻ പെട്ടി തിരിച്ചുകൊണ്ട് അടക്കിയൊരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ആ സാഹചര്യം കുറച്ചും കൂടെ ജനങ്ങൾ ശക്തമായതുകൊണ്ടാണ് ജനപ്രതിനിധികൾ അടക്കമുള്ള ഒഫീഷ്യൽസ് ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്.